ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എ ക്ലാസ് റിക്രൂട്ട്മെൻറ്റ് 2025 എങ്ങനെ അപേക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ്. സെക്യൂരിറ്റി സ്ക്രീനർ, അസിസ്റ്റൻറ്റ് എന്നീ പോസ്റ്റുകളിലേക്ക് 363 വേക്കൻസീസാണുള്ളത്. ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിലാണ് അവസരം ലഭിക്കുക. മിനിമം +2 ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അവസാന തീയതി ജൂൺ 30 ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കരിയർ പേജിലെത്തും. കരിയർ ലോഗിൻ വിൻഡോയിൽ താഴെ കാണുന്ന രജിസ്റ്റർ ഹിയറിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ യൂസർ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി താഴെ ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യുന്നത് മാൻഡറ്ററി അല്ല. മാക്സിമം ഫയൽ സൈസ് പറയുന്നത് 40 KB ആണ്. അതുപോലെ തന്നെ അക്സെപ്റ്റഡ് ഫോർമാറ്റ്സ് PNG, JPG, JPEG, PDF ആണ്. അതുപോലെ ഇവിടെ എൻ്റർ ചെയ്യേണ്ട മറ്റ് ഡീറ്റെയിൽസ് ആധാർ കാർഡ് നമ്പർ, നെയിം, ഇമെയിൽ ID, സ്ട്രോങ് പാസ്വേഡ്, ജെൻഡർ, മൊബൈൽ നമ്പർ, പാൻ നമ്പർ, പാസ്പോർട്ട് നമ്പർ, വേർഡ് ക്യാപ്ച ഇത്രയും എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ നൽകിയിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് അക്കൗണ്ട് ആക്ടിവേഷന് വേണ്ടിയിട്ട് ഒരു മെയിൽ ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ക്ലിക്ക് ചെയ്തെത്തുന്നത് കരിയർ ലോഗിൻ വിൻഡോയിലേക്കാണ്. അവിടെ യൂസർ ഇമെയിൽ, പാസ്വേഡ് കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഓപ്പൺ പൊസിഷൻസ് കാണാൻ സാധിക്കും. താഴെ തന്നിരിക്കുന്ന നമ്പർ 1, 2 എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 2 അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി, അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 1 സെക്യൂരിറ്റി സ്ക്രീനർ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വ്യൂ ഫയലിൽ ക്ലിക്ക് ചെയ്താൽ അത് വായിച്ചറിയാൻ സാധിക്കും. എന്നിട്ട് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യാം. 2 പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യുന്ന ഫോർമാറ്റ് സെയിം ആണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. ഈ പേജിൽ ആദ്യം ഫില്ല് ചെയ്യേണ്ടത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി എൻ്റർ ചെയ്യുക. അതിനുശേഷം കാറ്റഗറി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. കാറ്റഗറി ഡീറ്റെയിൽസിലാണ് കാസ്റ്റ്, സബ് കാറ്റഗറി, നെയിം ഓഫ് കമ്മ്യൂണിറ്റി ചോദിക്കുന്നത്. ഇപ്പോൾ സബ് കാറ്റഗറി നോൺ ക്രീമി ലെയർ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്പറും സർട്ടിഫിക്കറ്റ് ഡേറ്റും ഇഷ്യൂ ബൈയും എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. 100 KB ആണ് സൈസ് പറയുന്നത്. ഫോർമാറ്റ് ഇതിൽ PDF, JPG, JPEG, PNG ഇതിലേതെങ്കിലും ഒരു ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാം. ഇനി അതർ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യാനുള്ളത്. ഇവിടെ ചോദിക്കുന്നത് മദർ ടങ്, ഹൈറ്റ്, വെയിറ്റ് ആണ്. ഇതൊക്കെ കൃത്യമായി ഫില്ലാക്കുക. അതിനുശേഷം താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അത് yes or no കൊടുക്കാം. അതിനുശേഷം ഏറ്റവും അവസാനം ഡീറ്റെയിൽസ് ഓഫ് റിലേറ്റീവ്സ് വർക്കിംഗ് ഇൻ A ക്ലാസ് ആണ് പറയുന്നത്. ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ +add new കൊടുക്കാം. ഇല്ലെങ്കിൽ ഒന്നും ഫില്ല് ചെയ്യേണ്ടതില്ല. ഇത്രയും ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. ഇനി ഫില്ല് ചെയ്യാനുള്ളത് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ്. എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ +add new കൊടുത്തിട്ട് കോഴ്സ് ഡീറ്റെയിൽസും മറ്റും കൃത്യമായി എൻ്റർ ചെയ്യാം. അതിനുശേഷം ഡോക്യുമെൻറ്റ് ചോദിക്കുന്നുണ്ട്. ഡോക്യുമെൻറ്റ് ഇപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് 100 KB സൈസിൽ വേണം അപ്ലോഡ് ചെയ്യാൻ. ഇതിന് ശേഷം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷന് ഇപ്പോൾ ഒരു ഫ്രഷർ ആണെങ്കിൽ നൺ കൊടുത്താൽ മതി. അതിനുശേഷം ലാംഗ്വേജസ് നോൺ ആണ്. ലാംഗ്വേജസ് നോൺ നിങ്ങൾക്ക് അറിയുന്ന ലാംഗ്വേജ് +add new കൊടുത്ത് എൻ്റർ ചെയ്ത് പോവാം. ഇത്രയും ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഈ പേജിലാണ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത്. അതിനായി add new ക്ലിക്ക് ചെയ്യുക. ഫ്രഷർ കാൻഡിഡേറ്റ് ആണെങ്കിൽ നെയിമിൻ്റെ സ്ഥാനത്ത് ഫ്രഷർ എന്ന് കൊടുത്താൽ മതി. അതല്ല എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നെയിം ഫീൽഡും ഡെസിഗ്നേഷൻ ഫീൽഡൊക്കെ കൃത്യമായി ഫില്ല് ചെയ്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഈ പേജിലാണ് ഡിക്ലറേഷൻസ് ഒക്കെ എൻ്റർ ചെയ്യേണ്ടത്. ആദ്യം ചോദിക്കുന്നത് പ്രൊഫൈൽ പിക്ചറാണ്. പ്രൊഫൈൽ പിക്ചർ, പിന്നെ സിഗ്നേച്ചർ. ഇതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട സൈസ് 20 KB ആണ്. അപ്ലോഡ് ചെയ്യേണ്ട ഫോർമാറ്റ് JPG, JPEG, PNG ആണ്. പിന്നെ തൊട്ട് താഴെ ഡു യു ഇൻ പൊസിഷൻ ഓഫ് NCC C-level സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ S ആണെങ്കിൽ അത് അറ്റാച്ച് ചെയ്യുക. മാൻഡറ്ററി ഫീൽഡല്ല. ഇനി ഫില്ല് ചെയ്യേണ്ടത് സ്റ്റേഷൻ നെയിം യു ആർ അപ്ലൈയിങ് ഫോർ ആണ്. അതിനായിട്ട് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക. ആ ലിസ്റ്റിൽ നിന്നും സ്റ്റേഷൻ സെലക്ട് ചെയ്യുക. പിന്നെ തൊട്ട് താഴെ സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കണം. അവിടെ ഒരു ചെറിയ ബോക്സ് ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ആൻഡ് പേ നൗ കൊടുക്കുക. പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു UPI ആപ്പിൻ്റെ സ്കാനർ യൂസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് ഓരോ കാറ്റഗറി ബേസ്ഡ് ആണ്. അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന UR OBC കാൻഡിഡേറ്റ്സിന് 500ഉം SC ST EWS ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 100ഉം ആണ്. അതുപോലെ സെക്യൂരിറ്റി സ്ക്രീനർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന UR OBC കാൻഡിഡേറ്റ്സിന് 750ഉം SC ST EWS ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 100ഉം ആണ്. എ ക്ലാസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ എ ക്ലാസ് റിക്രൂട്ട്മെൻറ്റ് ഹൈലൈറ്റ്സ് ആയിട്ട് കൊടുക്കാം.
ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്